സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് തടാകത്തിനരികിലാണ് ഹസ്രത്ത് ബാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്? ദാൽ തടാകത്തിനരികെയാണ് ഹസ്രത്ത് ബാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകത്തിനരികിലാണ്. അപ്പോൾ ഈ ഹസ്രത്ത് ബാൽ പള്ളിയും ദാൽ തടാകവും സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്, ജമ്മു കാശ്മീരിലാണ്. മുഹമ്മദ് നബിയുടെ മുടി സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പള്ളിയാണ് ഹസ്രത്ത് ബാൽ പള്ളി. അപ്പോൾ മുഹമ്മദ് നബിയുടെ മുടി സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പള്ളി ഏതാണ്? ഹസ്രത്ത് ബാൽ പള്ളി ശ്രീനഗറാണ്. അതുപോലെ കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം, ശ്രീനഗറിൻ്റെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്ന തടാകം ഏതാണ്? ദാൽ തടാകമാണ് കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നമെന്നും ശ്രീനഗറിൻ്റെ രത്നം എന്നും അറിയപ്പെടുന്ന തടാകമാണ് ദാൽ തടാകം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് സിഖ് ഗുരുവാണ് പഹുൽ സമ്പ്രദായം നടപ്പാക്കിയത്? ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. പഹുൽ സമ്പ്രദായം നടപ്പാക്കിയ സിഖ് ഗുരുവാണ് ഗുരു ഗോബിന്ദ് സിംഗ്. 10ാമത്തെയും അവസാനത്തെയുമായ സിഖ് ഗുരുവാണ് ഗുരു ഗോബിന്ദ് സിംഗ്. അപ്പോൾ 10 സിഖ് ഗുരുക്കന്മാരേ ഉള്ളൂ. 10ാമത്തെ സിഖ് ഗുരു അല്ലെങ്കിൽ അവസാനത്തെ സിഖ് ഗുരുവാണ് ഗുരു ഗോബിന്ദ് സിംഗ്. 9ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹാദൂറിൻ്റെ മകനാണ് ഈ 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ്. ഖൽസ രൂപീകരിച്ചത് ആരാണ്? 10ാമത്തെ സിഖ് ഗുരുവായ ഗോബിന്ദ് സിംഗ് ആണ് ഖൽസ രൂപീകരിച്ചത്, ഗോബിന്ദ് സിംഗ്. അതുപോലെ ഗ്രന്ഥ സാഹിബിനെ ഗുരുവായിട്ട് കണക്കാക്കാൻ നിർദ്ദേശിച്ച ഗുരുവും ആര് തന്നെയാണ്? 10ാമത്തെ സിഖ് ഗുരുവായ ഗോബിന്ദ് സിംഗ് തന്നെയാണ് ഗ്രന്ഥ സാഹിബിനെ ഗുരുവായിട്ട് കണക്കാക്കാൻ നിർദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ 11ാമത്തെ സിഖ് ഗുരുവാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് സിഖ് ഗുരുവിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിൽ ആയി മാറിയത്? അതായത് ഒരു സിഖ് ഗുരുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആ രീതിയിൽ പൈതൃകമായിട്ട് മാറിയത് ഏത് സിഖ് ഗുരുവിന് ശേഷമാണ്? ഗുരു രാംദാസിന് ശേഷമാണ് ഗുരുപദം പൈതൃക രീതിയിൽ ആയി മാറിയത്. 4ാമത്തെ സിഖ് ഗുരുവാണ് ഗുരു രാംദാസ്. ഏത് രാജ്യത്തെ പ്രധാന ഭാഷയാണ് ദാരി? ദാരി ഭാഷ ഏത് രാജ്യത്തെ ഭാഷയാണ്? അഫ്ഗാനിസ്ഥാനിലെ ഭാഷയാണ് ദാരി ഭാഷ. പേർഷ്യൻ്റെ ഒരു വേർഷനാണ് ദാരി. അപ്പോൾ ദാരി ഭാഷ അഫ്ഗാനിസ്ഥാനിലെ പ്രധാന ഭാഷയാണ്. ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം അമേരിക്കയ്ക്ക് നൽകിയത്? റഷ്യയാണ്. അലാസ്ക അമേരിക്കയ്ക്ക് നൽകിയത് റഷ്യയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് അമേരിക്ക അലാസ്ക വാങ്ങിക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഇംഗ്ലീഷ് ചാനൽ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ ഏതാണ്? മയ്യഴി പുഴയാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴി പുഴ. ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ആർതർ സി ക്ലാർക്കാണ്. ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആർതർ സി ക്ലാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ നാടോടി നൃത്തരൂപമാണ് റൗഫ്? ജമ്മു കാശ്മീരിലെ നാടോടി നൃത്തരൂപമാണ് റൗഫ്. അപ്പോൾ റൗഫ് ജമ്മു കാശ്മീരിലെ നാടോടി നൃത്തരൂപമാണ്. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ഡാനിയൽ ഡിഫോയാണ്. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡിഫോ. അപ്പോൾ ഡാനിയൽ ഡിഫോയുടെ നോവലാണ് റോബിൻസൺ ക്രൂസോ. അപ്പോൾ അതിനകത്തെ കഥാപാത്രത്തിൻ്റെ പേരും റോബിൻസൺ ക്രൂസോ എന്നാണ്. UGCയുടെ ഈ ലൈബ്രറി സേവനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇൻഫ്ലിപ്നെറ്റ് എന്നതാണ് UGCയുടെ ഈ ലൈബ്രറി സേവനമാണ് ഇൻഫ്ലിപ്നെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി ദീപശിഖ പ്രയാണം നടത്തിയത് എന്നാണ്? ബെർലിൻ ഒളിമ്പിക്സ് മുതലാണ് ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ദീപശിഖ പ്രയാണം നടത്തിയത്. ബെർലിൻ ഒളിമ്പിക്സ് 1936 ബെർലിൻ ഒളിമ്പിക്സ് മുതലാണ് ദീപശിഖ പ്രയാണം നടത്തിയത്. എന്നാൽ അതേസമയം ദീപശിഖ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ദീപശിഖ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലും ദീപശിഖ പ്രയാണം നടന്നത് ബെർലിൻ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ബെർലിൻ ഒളിമ്പിക്സിലുമാണ് 1936. കവി ലോകത്തിൻ്റെ നിയമനിർമ്മാതാവാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഷെല്ലിയാണ്. കവി ലോകത്തിൻ്റെ നിയമനിർമ്മാതാവാണെന്ന് അഭിപ്രായപ്പെട്ടത് ഷെല്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏതാണ്? തരിസാപ്പള്ളി ശാസനമാണ്. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. എന്നാൽ അതേസമയം
കൊല്ലവർഷം ആദ്യമായി രേഖപ്പെടുത്തിയ ശാസനം ഏതാണ്? മാമ്പള്ളി ശാസനമാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം. ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഏതാണ്? കാനഡയാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യമാണ് കാനഡ. അപ്പോൾ കോമൺവെൽത്ത് കൂട്ടായ്മ എന്ന് പറയുന്നത് ബ്രിട്ടനും ബ്രിട്ടൻ്റെ കോളനി ആയിട്ടുള്ള രാജ്യങ്ങളുമാണ് കോമൺവെൽത്ത് കൂട്ടായ്മയിലുള്ളത്. അപ്പോൾ ഏറ്റവും വിസ്തീർണം കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം കാനഡയാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ. അപ്പോൾ ഒന്നാമത്തെ രാജ്യം റഷ്യയാണ്. റഷ്യ കോമൺവെൽത്തിലില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യവുമാണ് കാനഡ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗം ഏതാണ്? ആർത്രോപോഡ വിഭാഗത്തിലാണ്. ഏറ്റവും കൂടുതൽ ജന്തുക്കളുള്ള വിഭാഗമാണ് ആർത്രോപോഡ. ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തു വിഭാഗം ഏതാണ്? ആർത്രോപോഡയിലാണ്. ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്നത് ആർത്രോപോഡയിലാണ്. അതുപോലെ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവിവർഗം ഏതാണ്? ഷഡ്പദങ്ങളാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ജീവിവർഗമാണ് ഷഡ്പദങ്ങൾ. അപ്പോൾ ഭൂമിയിലെ ആകെ ജീവിവർഗത്തിൻ്റെ 70% ഷഡ്പദങ്ങളാണ്. ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പദം ഏതാണ്? വണ്ടാണ്. ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പദമാണ് വണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലീഗ് ഓഫ് നേഷൻസിൻ്റെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ലീഗ് ഓഫ് നേഷൻസിൻ്റെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ്യ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ്. അതുപോലെ സർവ്വരാജ്യ സഖ്യ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും ആര് തന്നെയാണ്? വുഡ്രോ വിൽസൺ തന്നെയാണ്. സർവ്വരാജ്യ സഖ്യ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ വുഡ്രോ വിൽസണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അപ്പോൾ ഈ സർവ്വരാജ്യ സഖ്യം രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി അതിൻ്റെ സംഭവം തീർന്നു. പിന്നെ ഉണ്ടായതാണ് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിന് ആ പേര് നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. യുണൈറ്റഡ് നേഷൻസിന് ആ പേര് നിർദ്ദേശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് ക്രോണ? സ്വീഡൻ്റെ നാണയമാണ് ക്രോണ. സ്വീഡൻ്റെ നാണയമാണ്. സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ പേരെന്താണ്? റിക്സ്ഡാഗ് എന്നതാണ്. സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ പേരാണ് റിക്സ്ഡാഗ്. ഏത് രാജ്യത്തോടാണ് ഫ്രാൻസ് ശതവർഷ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഇംഗ്ലണ്ടുമായിട്ടാണ് ഫ്രാൻസ് ശതവർഷ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഇംഗ്ലണ്ടുമായിട്ടാണ്. അത് കാരണം ഏകദേശം 100 വർഷത്തിലധികം ഈ യുദ്ധം നീണ്ടു നിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശതവർഷ യുദ്ധം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ശതവർഷ യുദ്ധത്തിൽ ഫ്രാൻസിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീരവനിത ആരായിരുന്നു? ജോവാൻ ഓഫ് ആർക്കാണ്. ശതവർഷ യുദ്ധത്തിൽ ഫ്രാൻസിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീരവനിതയാണ് ജോവാൻ ഓഫ് ആർക്ക്. അപ്പോൾ ജോവാൻ ഓഫ് ആർക്ക് ഏത് രാജ്യത്തെ ആളാണ്? ഫ്രാൻസിലെ ആളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യത്തിൻ്റെ വിമാന സർവീസ് ആയിരുന്നു സബീന എയർലൈൻസ്? ബെൽജിയത്തിൻ്റെ വിമാന സർവീസ് ആയിരുന്നു സബീന എയർലൈൻസ്. അപ്പോൾ അത് ഇപ്പോഴില്ല. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ വിമാന സർവീസ് ആയിരുന്നു സബീന എയർലൈൻസ്? ബെൽജിയത്തിൻ്റെ വിമാന സർവീസ് ആയിരുന്നു. ഏത് രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നമാണ് ഒലിവ് ശിഖരം? ഗ്രീസിൻ്റെ ദേശീയ ചിഹ്നമാണ് ഒലിവ് ശിഖരം. ഗ്രീസിൻ്റെ ദേശീയ ചിഹ്നമാണ്. അതുപോലെ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ സിംബലിലും ഈ ഒലിവ് ചിഹ്നം ഉണ്ട്. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഉലാൻ ബേറ്റർ? ഉലാൻ ബേറ്റർ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? മംഗോളിയയുടെ തലസ്ഥാനമാണ് ഉലാൻ ബേറ്റർ ആണ് മംഗോളിയയുടെ തലസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ രീതിയാണ് അക്യൂപങ്ക്ചർ? ചൈനയിൽ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യൂപങ്ക്ചർ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് ഏത് ഊഷ്മാവിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത്. 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ നമുക്കറിയാം സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ വ്യാപ്തം കുറയും. കാരണം സാന്ദ്രതയും വ്യാപ്തവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സാന്ദ്രത കൂടിയാൽ വ്യാപ്തം കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനും വരാം. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തമുള്ളത് ഏത് ഊഷ്മാവിലായിരിക്കും? ഇതേ 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തമുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളതും ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തമുള്ളതും ഏത് ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
നീണ്ടകര അഴി രൂപപ്പെടുന്നത് ഏത് കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്നിടത്താണ്? അഷ്ടമുടിക്കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അഴി രൂപപ്പെടുന്നത് ഒരു കായൽ സമുദ്രവുമായിട്ട് ചേരുന്നിടത്താണ് അഴി രൂപപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നീണ്ടകര അഴി രൂപപ്പെട്ടിരിക്കുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായിട്ട് ചേരുന്ന സ്ഥലത്താണ്. അഷ്ടമുടിക്കായൽ നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായലും നീണ്ടകര അഴിയും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. അപ്പോൾ പെരുമൺ തീവണ്ടി ദുരന്തത്തിൻ്റെ വർഷം 1988. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ് 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടി കായലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പറങ്കി പടയാളി എന്ന കൃതി രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ് പറങ്കി പടയാളി എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. ഇപ്പോൾ സർദാർ KM പണിക്കറെ നമുക്ക് നന്നായിട്ടറിയാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? സർദാർ KM പണിക്കറായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷനിലെ മലയാളി അംഗമായിരുന്നു സർദാർ KM പണിക്കർ. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ആദ്യ മലയാളി ആരായിരുന്നു? സർദാർ KM പണിക്കറായിരുന്നു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി കൂടിയായിരുന്നു സർദാർ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മേജർ ജനറൽ പൃഥ്വിരാജ് എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. മേജർ ജനറൽ പൃഥ്വിരാജ് എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ആയിരുന്നു APJ അബ്ദുൽ കലാം. ഇത് പൊഖ്റാനിൽ 2ാം അണുവിസ്ഫോടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു കോഡ് നാമമാണ് മേജർ ജനറൽ പൃഥ്വിരാജ്. അപ്പോൾ മേജർ ജനറൽ പൃഥ്വിരാജ് എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. പാർലമെൻറ്റ് എന്ന പദം ഉടലെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് പാർലമെൻറ്റ് എന്ന പദം ഉടലെടുത്തത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരാണ്? KR നാരായണനാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? IK ഗുജ്റാൾ ആയിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി IK ഗുജ്റാൾ ആയിരുന്നു. അപ്പോൾ 1947 + 50 1997 IK ഗുജ്റാൾ ആയിരുന്നു. അതേസമയം ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? വാജ്പേയി ആയിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി വാജ്പേയി, അതായത് 2000 വാജ്പേയി ആയിരുന്നു. ശംഭു മഹാരാജ് ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥക് എന്ന നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശംഭു മഹാരാജ് കഥക് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷയാണ് സംസ്കൃതം. ഇനി അതുപോലെ ആദ്യം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ്? ആദ്യം ലഭിച്ചത് തമിഴിനാണ്. ഏറ്റവും അവസാനം ലഭിച്ചത് ഒഡിയയ്ക്കാണ്. അപ്പോൾ ഒഡിയയ്ക്ക് ലഭിക്കുന്നത് 6ാമതായിട്ടാണ് ഒഡിയയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആകെ ഭാഷകൾ 6 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? 2013 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. 2013 എത്രാമതായാണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്? 5ാമതായിട്ടാണ് മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പത്മവിഭൂഷൺ പുരസ്കാരത്തിൻ്റെ ആദ്യ സ്വീകർത്താവ് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസാണ്. പത്മവിഭൂഷൺ പുരസ്കാരത്തിൻ്റെ ആദ്യ സ്വീകർത്താവായിരുന്നു സത്യേന്ദ്രനാഥ ബോസ്. നമുക്കറിയാം ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അപ്പോൾ ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? പത്മവിഭൂഷണാണ്. ഭാരതരത്നം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി. കേരള പരാമർശമുള്ള ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏതാണ്? ഐതരേയ ആരണ്യകമാണ്. കേരള പരാമർശമുള്ള ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദി പതിക്കുന്ന സമുദ്രം ഏത്? മെഡിറ്ററേനിയൻ കടലിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നൈൽ നദി പതിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിലാണ്. ഏത് സമുദ്രത്തിലാണ് മഡഗാസ്കർ ദ്വീപ് രാജ്യം? ഏത് സമുദ്രത്തിലാണ് മഡഗാസ്കർ ദ്വീപ് രാജ്യം? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മഡഗാസ്കർ ദ്വീപ് രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് രാജ്യമാണ് മഡഗാസ്കർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് രാജ്യം മഡഗാസ്കറാണ്. ഒന്നാമത്തെ ദ്വീപ് രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കായാണ് ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകത്തിന് പേരിട്ടിരിക്കുന്നത്? എൻറിക്കോ ഫെർമി എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണയ്ക്കായാണ് ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകത്തിന് നമ്മൾ ഫെർമിയം എന്ന് പേരിട്ടിരിക്കുന്നത്. എൻറിക്കോ ഫെർമിയുടെ സ്മരണാർത്ഥമാണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹമാണ് മെർക്കുറി. അപ്പോൾ അതുകൊണ്ടാണ് മെർക്കുറി സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ഒരേ ഒരു ലോഹമാണ് മെർക്കുറി. ഒ ചന്തുമേനോൻ്റെ പൂർത്തിയാകാത്ത നോവലിൻ്റെ പേരെന്താണ്? ശാരദയാണ്. ഒ ചന്തുമേനോൻ്റെ പൂർത്തിയാകാത്ത നോവലാണ് ശാരദ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റഷ്യയുടെ സഖലിൻ ദ്വീപ്. അപ്പോൾ സഖലിൻ ദ്വീപ് ഏത് രാജ്യത്തിൻ്റേതാണ്? റഷ്യയുടേതാണ്. സഖലിൻ ദ്വീപ് റഷ്യയുടേതാണ്. റഷ്യയുടെ സഖലിൻ ദ്വീപ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? പസഫിക് സമുദ്രത്തിലാണ് റഷ്യയുടെ സഖലിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പസഫിക് സമുദ്രത്തിലാണ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് ഏംഗൽബാർട്ടാണ് മൗസ് കണ്ടുപിടിച്ചത്. ഡഗ്ലസ് ഏംഗൽബാർട്ട്. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്ടിലാണ്. പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായ രാജവംശം ഏതാണ്? പാല രാജവംശമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായ രാജവംശമാണ് പാല രാജവംശം. ഒ ഹെൻറി ആരുടെ തൂലികാനാമമാണ്? വില്യം സിഡ്നി പോർട്ടറുടെ തൂലികാനാമമാണ്. ഒ ഹെൻറി എന്നത് വില്യം സിഡ്നി പോർട്ടറുടെ തൂലികാനാമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു പൗണ്ട് എത്ര കിലോഗ്രാമാണ്? ഒരു പൗണ്ട് എത്ര കിലോഗ്രാം? 0.454 കിലോഗ്രാമാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. 0.454 കിലോഗ്രാമാണ്. വീട് താമസിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ലെ കൊർബ്യൂസിയർ ആണ്. വീട് താമസിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞത് ലെ കൊർബ്യൂസിയർ. അപ്പോൾ ലെ കൊർബ്യൂസിയറെ നമുക്കറിയാം. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? ചണ്ഡീഗഡാണ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡാണ്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ് നഗരം നിർമ്മിച്ചത് ആരാണ്? ലെ കൊർബ്യൂസിയർ ആണ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ് നഗരം നിർമ്മിച്ചത് ലെ കൊർബ്യൂസിയർ. അപ്പോൾ ഇതേ ലെ കൊർബ്യൂസിയർ ആണ് പറഞ്ഞത് വീട് താമസിക്കാനുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞത് ലെ കൊർബ്യൂസിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൂളാർ തടാകത്തിൻ്റെ പഴയ പേരെന്താണ്? മഹാപത്മസരസ് എന്നതാണ് വൂളാർ തടാകത്തിൻ്റെ പഴയ പേരാണ് മഹാപത്മസരസ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കൽക്കരിയുടെ രൂപാന്തരണത്തിലെ ആദ്യഘട്ടം ഏതാണ്? പീറ്റാണ്. കൽക്കരിയുടെ രൂപാന്തരണത്തിലെ ആദ്യഘട്ടമാണ് പീറ്റ്. കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപം ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപമാണ് ആന്ത്രാസൈറ്റ്. അപ്പോൾ കൽക്കരിയുടെ ഏറ്റവും മേന്മ കുറഞ്ഞതാണ് ആദ്യം രൂപപ്പെടുന്ന പീറ്റ്. അപ്പോൾ അതിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അതേസമയം കൽക്കരിയുടെ ഏറ്റവും മേന്മയേറിയ രൂപമായ ആന്ത്രാസൈറ്റിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് മേന്മയേറിയത് ആയത്. ഇനി അതുപോലെ ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഓക്കെ ഫ്രണ്ട്സ്.